2026 ആഗസ്റ്റ് 1 സിറാജ് എഡിറ്റോറിയൽ. PM ശ്രീ നിലപാടുമാറ്റം രാഷ്ട്രീയ വഞ്ചന. മതേതര കേരളത്തിന്റെ വികാരം അവഗണിച്ചും പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉയർത്തിയ എതിർപ്പുകളെ അപ്പാടെ വിഴുങ്ങിയും കേന്ദ്രത്തിന്റെ വർഗീയ അജണ്ടയായ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ UDF സർക്കാർ. വ്യാഴാഴ്ച ചേർന്ന മന്ത്രിസഭ യോഗം പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. കേന്ദ്രത്തിൽ നിന്ന് സർക്കാരിനു ലഭിക്കേണ്ട ഫണ്ട് വേണ്ടെന്നു വെക്കാനാകില്ലെന്നാണ് ന്യായീകരണം. സാമ്പത്തിക നേട്ടവും സാങ്കേതിക കുരുക്കുകളും ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന്റെ മതേതര വിരുദ്ധ രാഷ്ട്രീയ നിലപാടുകൾക്ക് മുന്നിൽ അടിയറവ് പറയുന്നത് UDFനെ ഭരണത്തിലെത്തിയ വോട്ടർമാരോടും ഘടകകക്ഷികളോടും ചെയ്യുന്ന വഞ്ചനയാണ്. അതേസമയം UDF ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നും ഉപസമിതി ശുപാർശ വന്ന ശേഷം തുടർ നടപടിയെന്നുമാണ് ലീഗ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വിശദീകരിക്കുന്നത്. പദ്ധതി നടപ്പാക്കുന്നതിന് ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് യോജിപ്പില്ലെന്നാണ് വിവരം. നേരത്തെ പിണറായി സർക്കാർ പദ്ധതി സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനാൽ ഇനി പിന്മാറാൻ സാധ്യമല്ലെന്നും തുടരാൻ നിർബന്ധിതമാണെന്നുമാണ് സർക്കാരിൻ്റെ മറ്റൊരു വാദം. ഇത് ബാലിശമാണെന്ന് രാജ്യസഭയിൽ അബ്ദുൽ വഹാബ് MP ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരി നൽകിയ മറുപടി വ്യക്തമാക്കുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം എന്ന ചോദ്യത്തിന് PM ശ്രീയുടെ ഭാഗമായുള്ള സാമ്പത്തിക സഹായം നഷ്ടമാകും, അതിലപ്പുറം പ്രത്യാഘാതങ്ങളൊന്നുമില്ലെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി. പദ്ധതിക്ക് അനുവദിക്കുന്ന ഫണ്ട് വേണ്ടെന്നു വെച്ചാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിന് വിരോധമില്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 2025 ഒക്ടോബറിലാണ് PM ശ്രീ ധാരണാപത്രത്തിൽ കേരളം ഒപ്പുവെച്ചത്. ഇതിനെതിരെ പ്രതിപക്ഷത്തു നിന്നും LDFനകത്തു നിന്നും തന്നെയും കടുത്ത പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് മുൻ സർക്കാർ പദ്ധതി മരവിപ്പിച്ചതായിരുന്നു. ഇതുകൊണ്ടാണ് കേരളം പിന്നീട് സ്കൂളുകളുടെ ലിസ്റ്റ് കേന്ദ്രത്തിന് സമർപ്പിക്കാതിരുന്നത്. പാഠ്യപദ്ധതിയും സിലബസും സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിൽ തുടരുമെന്ന ഉപാധിയോടെയായിരിക്കും പദ്ധതി നടപ്പാക്കുകയെന്നാണ് സർക്കാരിന്റെ മറ്റൊരു വാദം. ഇതും അസംബന്ധമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന പദ്ധതിയാണ് PM ശ്രീ. കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശങ്ങളും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാഴ്ചപ്പാടുകളും പൂർണ്ണമായി നടപ്പാക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് ഇതിന്റെ ഫണ്ടുകൾ ലഭിക്കുന്നത്. പദ്ധതിക്ക് ഏതെല്ലാം സ്കൂളുകൾ തിരഞ്ഞെടുക്കണം, അവിടെ എന്തെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളും പഠന രീതികളുമാണ് വേണ്ടത് എന്നതിലെല്ലാം അവസാന വാക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെതാണ്. സംസ്ഥാനം അയച്ചു കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് കേന്ദ്രം പരിശോധിച്ച് തൃപ്തിപ്പെട്ട സ്കൂളുകളെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. പാഠ്യപദ്ധതി ഞങ്ങൾ തീരുമാനിക്കുമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ വാദം യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ല. സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളിൽ കേന്ദ്ര ഇടപെടൽ വർദ്ധിക്കാനിടയാക്കുന്നതാണ് പദ്ധതി. PM ശ്രീയുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനം ഭരണമുന്നണിയായ UDFൽ തന്നെയും എതിർപ്പ് ഉയർത്തിയിട്ടുണ്ട്. വിശേഷിച്ച് രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗ് വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിനും PM ശ്രീക്കുമെതിരെ കടുത്ത എതിർപ്പാണ് നേരത്തെ ലീഗ് ഉയർത്തിയിരുന്നത്. ഇത്തരം പദ്ധതികളിലൂടെ വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്രീകരണത്തിനും മോദി സർക്കാരിൻ്റെ ആശയപരമായ ഇടപെടലിനുമുള്ള സാധ്യതയെക്കുറിച്ച് തുടർച്ചയായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ലീഗ്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടി എന്ന നിലയിൽ പദ്ധതി നടപ്പാക്കാൻ നിർബന്ധിതരായിരിക്കുന്നു പാർട്ടി. ഇത് ലീഗണികളിലും മുസ്ലിം സംഘടനകളിലും അസ്വസ്ഥത സൃഷ്ടിക്കുക സ്വാഭാവികം. കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വഴങ്ങുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗമായി തുടരുന്നത് അണികൾക്കിടയിൽ വിശ്വാസ്യത തകരാൻ ഇടയാക്കുമെന്ന ഭീതിയിലാണ് ലീഗ് നേതൃത്വം. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്തിന് മാതൃകയായത് കേവലം അടിസ്ഥാന സൗകര്യങ്ങളുടെയോ സാക്ഷരതാ നിരക്കിൻ്റെയോ മാത്രം മികവ് കൊണ്ടല്ല, മതേതര കാഴ്ചപ്പാടുകളുടെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പടുത്തുയർത്തിയ ശക്തമായ ഒരു സാമൂഹിക അടിത്തറ കൊണ്ട് കൂടിയാണ്. സാമൂഹിക പരിഷ്കർത്താക്കളും നവോത്ഥാന പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വെച്ച മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായാണ് കേരളത്തിലെ സിലബസും ബോധന രീതികളും രൂപപ്പെട്ടത്. ഹിന്ദുത്വ നയങ്ങളിൽ ഊന്നിയുള്ള ചരിത്രത്തെയും ശാസ്ത്രത്തെയും സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കനുസൃതമായി മാറ്റിയെഴുതുന്ന കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളും പദ്ധതികളും സംസ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ മാത്രമല്ല
ഇവിടുത്തെ സൗഹൃദപരവും ഐക്യപൂർണവുമായ സാമൂഹികാന്തരീക്ഷത്തെയും അത് കലുഷിതമാക്കും. വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ കേവലം ക്ലാസ് മുറികളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, സമൂഹത്തിൻ്റെ പൊതുബോധത്തിലും പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കും. അധികാരം ലഭിക്കുമ്പോൾ നിലപാടുകൾ മാറ്റുന്നത് ഭരണ തന്ത്രജ്ഞതയല്ല, അവസരവാദമാണ്. സാമ്പത്തിക നേട്ടത്തെക്കാൾ വരും തലമുറയുടെ വിദ്യാഭ്യാസ ഗുണനിലവാരവും മതേതര സ്വഭാവവും സംരക്ഷിക്കാനാണ് മതേതര സർക്കാർ താൽപ്പര്യം കാണിക്കേണ്ടത്.